മക്കളെ, എല്ലാവർക്കും ചൈൽഡ് ലേണിംഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് മലയാളത്തിൻ്റെ ക്ലാസ്സുമായിട്ടാണ് കേട്ടോ. മലയാളത്തിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ മക്കളോട് ഷെയർ ചെയ്യാനാണ് ടീച്ചർ വന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് അല്ലേ നമ്മൾ പുതിയ ടെക്സ്റ്റൊക്കെ മാറിയിട്ട് നമ്മൾ കാണുന്നത്. മലയാളത്തിൻ്റെ വിശേഷങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ ടീച്ചറുടെ പേര് അറിയാലോ അല്ലേ, വിഷ്ണുമായ എന്നാണ് ടീച്ചറുടെ പേര്. അപ്പോൾ മലയാളവും മലയാള സെക്കൻഡും ഒക്കെ ടീച്ചറായിരിക്കും കേട്ടോ മക്കൾക്ക് പറഞ്ഞുതരാൻ വേണ്ടി കൂടെ ഉണ്ടാവുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ കുറേ ആശങ്കകളും ടെൻഷനിലും ഒക്കെ കടന്നു പോകുന്ന ഒരു സമയമാണ് അല്ലേ. കാരണം നമ്മളൊരു പരീക്ഷണ കുട്ടികളാണ് അല്ലേ. നമ്മളുടെ ഈ ടെക്സ്റ്റ് ബുക്ക് മാറിയതുകൊണ്ട് അല്ലേ, ആദ്യത്തെ ടെക്സ്റ്റ് ബുക്ക് മാറിയ ആദ്യത്തെ പരീക്ഷയാണ് നമ്മൾ ഈ ഓണപരീക്ഷ എഴുതാൻ പോകുന്നത്. അപ്പോൾ ഏത് മോഡലിലാണ് ചോദ്യങ്ങൾ വരിക, മുൻപൊന്നും മാതൃകകളില്ല അല്ലേ. അപ്പോൾ അങ്ങനെ കുറേ വ്യാകുലതകളൊക്കെ നമുക്ക് ഉണ്ടാവണം അല്ലേ, സ്വാഭാവികമാണ്. പക്ഷേ മലയാളത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ അങ്ങനെയൊന്നും ടെൻഷൻ അടിക്കണ്ട കേട്ടോ. നമുക്ക് മലയാളം ഫസ്റ്റ് ആയിക്കോട്ടെ സെക്കൻഡ് ആയിക്കോട്ടെ, നമുക്ക് ഫുൾ മാർക്കിലേക്ക് അല്ലേ, നമുക്ക് 40 മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് എല്ലാ കാര്യങ്ങളും നമ്മളിങ്ങനെ അരച്ച് കലക്കി നമ്മൾ കുടിക്കും. അതിനുള്ള സാധന സാമഗ്രികളൊക്കെ ടീച്ചർ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളങ്ങ് കൂടെ വന്നാൽ മതി കേട്ടോ. നിങ്ങൾ മാത്രം വന്നാൽ പോരാ, ഫ്രണ്ട്സിനെയൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് നമുക്ക് അടിപൊളിയായിട്ട് എല്ലാവർക്കും ഒരുമിച്ച് ഓണപരീക്ഷയ്ക്ക് വേണ്ടി നമുക്ക് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് കുഞ്ഞു അല്ലേ വീഡിയോസുമായിട്ടാണ് ടീച്ചർ ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ. അതായത് എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലെ, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, യൂണിറ്റിനെ കുറിച്ച്, പാഠഭാഗങ്ങളെക്കുറിച്ച്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ടീച്ചർ ഇന്ന് പറയുന്നത് മലയാള സെക്കൻഡിനെ കുറിച്ചാണ് കേട്ടോ. മലയാള സെക്കൻഡ് അടിസ്ഥാന പാഠാവലിയാണ്. എല്ലാവർക്കും കോമൺ ആയിട്ട് പഠിക്കാനുള്ള ഏതാണ്? അടിസ്ഥാന പാഠാവലിയാണ്. ഫസ്റ്റ് ലാംഗ്വേജ് ഏതാണ്? കേരള പാഠാവലി അല്ലെങ്കിൽ മലയാള ഫസ്റ്റ് ആണ്. മലയാള ഫസ്റ്റ് ഉണ്ട്, അറബി, ഉറുദു, സാൻസ്ക്രിറ്റ് ഒക്കെ ഫസ്റ്റ് ലാംഗ്വേജ് ആണ്. അപ്പോൾ അത് നമുക്ക് പഠിക്കാം കേട്ടോ. അതൊക്കെ നമുക്ക് പഠിക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് എന്താണ്? സെക്കൻഡ് ലാംഗ്വേജ് അടിസ്ഥാന പാഠാവലിയിലുള്ള ഏതൊക്കെ പാഠഭാഗങ്ങളാണ്, എന്തൊക്കെ പഠിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ ആണോ? റെഡി ആണോ? അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് യൂണിറ്റിൽ കേട്ടോ, നമ്മളുടെ ആദ്യത്തെ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് ആദ്യം തന്നെ എന്താണ്? ഒരു യാത്രാ വിവരണമാണ് കേട്ടോ. ആരുടെയാണ്? അല്ലെ, മഹാകവിയായിട്ടുള്ള ടാഗോർ അല്ലെ, ടാഗോറിന്റെ വിശ്വവിദ്യാലയമായ ശാന്തിനികേതനിലേക്ക് എസ്.കെ. പൊറ്റക്കാട് അല്ലെ, സഞ്ചാര സാഹിത്യത്തിന്റെ കുലപതി എന്നൊക്കെ അറിയപ്പെടുന്ന എസ്.കെ. പൊറ്റക്കാട് നടത്തിയിട്ടുള്ള യാത്രയുടെ വിവരണമാണ് ശാന്തിനികേതനം എന്ന നമ്മളുടെ ഫസ്റ്റ് ചാപ്റ്റർ. ഓക്കെ അല്ലേ? അപ്പോൾ യാത്രാ വിവരണമാണ്. നല്ല രസമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ കാണുന്നത് പോലെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ശാന്തിനികേതനം കാണാം, അവിടെയുള്ള കുറേ പ്രത്യേകതകൾ നമുക്കറിയാം. അപ്പം അതൊക്കെ രസമാണ്. അതൊക്കെ നമുക്ക് പഠിച്ചെടുക്കാൻ എന്ത് ചെയ്യും? നമ്മളിങ്ങനെ കാണുന്നത് പോലെ നമുക്ക് പഠിക്കണം. ഓക്കെ, രണ്ടാമത്തെ ഏതാണെടാ? അപ്പൂപ്പൻ താടി അല്ലേ. അപ്പൂപ്പൻ താടികൾ കണ്ടിട്ടില്ലേ നിങ്ങൾ? അല്ലെ, ഒരു അപ്പൂപ്പൻ്റെ താടി പോലെ വെള്ള നിറത്തിൽ ഉള്ള അല്ലെ, ഇങ്ങനെ കാറ്റിനനുസരിച്ച് പറന്ന് പോകുന്ന അപ്പൂപ്പൻ താടികൾ. അങ്ങനെയുള്ള അപ്പൂപ്പൻ താടികളെ കുറിച്ച് വീരാൻകുട്ടി മാഷ് എഴുതിയിരിക്കുന്ന കവിതയാണ് സ്മാരകം എന്ന കവിത. മനസ്സിലായോ? ഇനി മൂന്നാമത്തത് ഞാൻ പറയണ്ട, നിങ്ങൾക്ക് അറിയാം അല്ലേ, ബെന്യാമിൻ്റെ വളരെ പോപ്പുലർ ആയിട്ടുള്ള, നമ്മളൊക്കെ കഴിഞ്ഞ വർഷം ഈ വർഷം ഇങ്ങനെ മനസ്സും കണ്ണും ഒക്കെ നിറഞ്ഞ് വിറച്ച് അല്ലേ, പേടിയോടെയും ആശങ്കയോടെയും ആകുലതയോടൊക്കെ കൂടെ ഇങ്ങനെ കണ്ട് നിറഞ്ഞ ഒരു സിനിമയായിരുന്നു ആടുജീവിതം എന്ന് പറയുന്ന സിനിമ അല്ലേ. അപ്പോൾ പൃഥ്വിരാജിന് എന്ത് ചെയ്തിട്ടുണ്ട്? മികച്ച നടനുള്ള സംസ്ഥാന അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് അല്ലേ. മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് മാത്രമല്ല, ഒരു ഓസ്കാർ വരെ കിട്ടാൻ സാധ്യതയുണ്ട് അദ്ദേഹത്തിൻ്റെ ആ സിനിമയിലുള്ള അഭിനയത്തിന് അല്ലേ. അപ്പോൾ ശരിക്കും ജീവിച്ചതായിരുന്നു നജീബായിട്ട്. അപ്പോൾ ആ ആടുജീവിതത്തിലുള്ള ഒരു ഭാഗം, ഓക്കെ, ബെന്യാമിൻ എഴുതിയ നോവലാണ് ആടുജീവിതം എന്ന് പറയുന്നത്. ആ ആടുജീവിതം നോവലിനെ സിനിമയാക്കിയപ്പോഴാണ് പൃഥ്വിരാജൊക്കെ അതിൽ അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ ആ നോവല്, ബെന്യാമിൻ്റെ നോവലിലുള്ള അല്ലെ, മണൽ കൂനകൾക്കിടയിലൂടെ എന്ന് പറയുന്ന ഒരു പാഠഭാഗം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ള ഈ യൂണിറ്റിലെ പാഠഭാഗങ്ങൾ. എത്ര പാഠങ്ങളുണ്ട്? അപ്പോൾ 3 പാഠഭാഗങ്ങളാണ്. നല്ല രസമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന പാഠഭാഗങ്ങളാണ് കേട്ടോ. അപ്പോൾ സ്വാഭാവികമായിട്ടും പാഠഭാഗത്തിന് മുമ്പ് എന്ത് പഠിക്കാനുണ്ടാവും? എന്തുണ്ടാകും? ഒരു യൂണിറ്റ് ഉണ്ടാവും അല്ലേ. അപ്പോൾ യൂണിറ്റിൽ നിന്നും എന്ത് ചെയ്യാറുണ്ട്? ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ യൂണിറ്റിനെയും നമ്മൾ എന്ത് ചെയ്യണം? വളരെ സീരിയസ് ആയിട്ട് നമ്മൾ കാണണം അല്ലേ. അപ്പോൾ എന്താണ് നമ്മളുടെ ആദ്യത്തെ യൂണിറ്റിൻ്റെ പേര്? നടക്കും തോറും തെളിയും വഴികൾ അല്ലേ. നമ്മൾ നടക്കും തോറും എന്ത് ചെയ്യണം? കൂടുതൽ ക്ലിയർ ആയിട്ട് നമ്മളുടെ വഴികൾ ഇങ്ങനെ തെളിഞ്ഞു വരിക എന്നാണ് പറയുന്നത്. അപ്പോൾ യാത്ര അല്ലേ, വഴികൾ തെളിയുന്നു, നടക്കും തോറും തെളിയുന്ന വഴി എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് എന്തുമായിട്ട് കണക്റ്റഡ് ആണ്? യാത്രകളുമായിട്ട്. നമ്മളെല്ലാവരും യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകളല്ലേ അല്ലേ. നമ്മൾ 10 മാസം സ്കൂളിലൊക്കെ പോയി കഷ്ടപ്പെട്ട് പഠിച്ച് അല്ലേ, ഈ വെക്കേഷൻ സമയത്ത് എന്ത് ചെയ്യും? നമ്മൾ സ്കൂളിൽ നിന്ന് കൊണ്ടുപോകും, വീട്ടിൽ നിന്ന് കൊണ്ടുപോകും അല്ലേ. കുഞ്ഞായാലും വലുതായാലും കുഞ്ഞു യാത്രകളാണെങ്കിൽ പോലും യാത്ര നൽകുന്ന അനുഭൂതി അല്ലെ, ആഹ്ലാദം എന്നൊക്കെ പറയുന്നത് ഭയങ്കര
ഭയങ്കര രസമുള്ള കാര്യമാണ് അല്ലേ. ഇപ്പോൾ ട്രിപ്പൊക്കെ പോകാനായിരിക്കും വലിയതായിട്ട് നിങ്ങൾക്ക് ബുള്ളറ്റൊക്കെ എടുത്ത് അല്ലേ മലയും കാടും ഒക്കെ താണ്ടി ട്രിപ്പൊക്കെ പോകാൻ ആഗ്രഹമുള്ള ആളുകളിലെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇങ്ങനെ നമുക്ക് എല്ലാ ആളുകൾക്കും യാത്ര ചെയ്യാൻ ഇഷ്ടമാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായ കുറച്ച് യാത്രകളാണ്. ഇപ്പോൾ ശാന്തിനികേതനിലേക്ക് എസ് കെ പൊറ്റക്കാട് നടത്തിയ യാത്ര, ഓക്കെ. പിന്നെ അപ്പൂപ്പൻ ഡാഡിയുടെ യാത്ര, ഓക്കെ. പിന്നെ ഏതാണ് ബെന്യാമിൻ്റെ ആടുജീവിതത്തിൽ നജീബ് മണൽക്കൂനകൾക്കിടയിലൂടെ നടത്തുന്ന യാത്ര. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള 3 യാത്രകളെ അല്ലേ, ജീവിതത്തെയും യാത്രകളെയും ഒക്കെ കുറിച്ച് പഠിക്കുന്ന ഒരു യൂണിറ്റാണ്. ഈ യൂണിറ്റിൽ അത്തരത്തിൽ യാത്രകളെ, വ്യത്യസ്തമായ 3 യാത്രകളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള പാഠഭാഗങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ക്ലിയർ ആയോ? അപ്പോൾ ഈ യൂണിറ്റിൻ്റെ പ്രവേശകമായി നമുക്ക് എന്ത് നൽകിയിരിക്കുന്നു? സുജാത ദേവി അല്ലേ, സുജാത ദേവിയുടെ കാടുകളുടെ താളം തേടി എന്ന യാത്രാ വിവരണ ഗ്രന്ഥത്തിലുള്ള ഭാഗമാണ് കേട്ടോ. ആ യാത്രാ വിവരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കത്ത്. എന്താണ്? ഒരു കത്ത്. ഓക്കെ. കത്ത് എഴുതാൻ ഇഷ്ടമുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ കത്ത് എഴുതിയിട്ടുണ്ടോ ലൈഫിൽ? ഒരു പോസ്റ്റ്മാൻ വരുന്നു അല്ലേ, അദ്ദേഹത്തിൻ്റെ തപാൽ സഞ്ചിയിൽ നിന്ന് എന്ത് ചെയ്യാണ്, ഒരു കത്തെടുത്ത് നമുക്ക് തരുന്നു. നമ്മളത് പൊട്ടിച്ച് വായിക്കുന്നു. സുഖമാണോ എന്ന് കത്തിൽ നമ്മളോട് ചോദിക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ നമുക്ക് മിനിറ്റ് വെച്ചത് എന്താണ്, ഹലോ എന്ന് ചോദിച്ചാൽ അപ്പുറത്ത് എത്തും. പക്ഷേ ദിവസങ്ങൾക്ക് മുമ്പേ ഒരു കത്തെഴുതി അത് നമ്മൾ പൊട്ടിച്ച് വായിക്കുമ്പോൾ ചിലപ്പോൾ അതിനകത്തുള്ള കാര്യങ്ങൾക്കൊക്കെ പഴകിയിട്ടുണ്ടാവും അല്ലേ. ചിലപ്പോൾ നമ്മൾ അറിഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ എങ്കിലും ഒരു കത്തൊക്കെ വായിക്കുമ്പോൾ ഒരു സുഖം എന്ന് പറയുന്നത് എന്താണ്, ഭയങ്കര രസമുള്ള ഒരു അനുഭൂതിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കത്തൊക്കെ എഴുതണം. നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ കത്ത് എഴുതണം. ആർക്കും കത്ത് എഴുതാനെങ്കിൽ എനിക്ക് എഴുതിക്കോളൂ, കുഴപ്പമില്ല കേട്ടോ. ഓക്കെ. അപ്പോൾ അങ്ങനെ നമ്മളുടെ ആപ്പിലൊക്കെ ഉള്ള കുറേ കുട്ടികൾ അല്ലേ, മക്കൾ കേൾക്കുന്നുണ്ടെങ്കിൽ അറിയാം, ടീച്ചർക്ക് ഒരുപാട് കത്തുകളൊക്കെ എഴുതിയിരുന്നു. അപ്പോൾ രസമാണ് അല്ലേ. ടീച്ചർ പഠിക്കുന്ന സമയത്തൊക്കെ ഫ്രണ്ട്സിന് ഇപ്പോഴും എല്ലാവർക്കും കത്ത് എഴുതുകയൊക്കെ ചെയ്യാറുണ്ട്, ഫ്രണ്ട്സും എഴുതാറുണ്ട്. അപ്പോൾ കത്ത് എഴുതുമ്പോൾ കിട്ടുന്ന ഒരു അനുഭൂതി അല്ലേ, അത് വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം എന്നൊക്കെ പറയുന്നത് രസമാണ്. അത് അനുഭവിച്ച് തന്നെ അറിയണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് കത്തൊക്കെ എഴുതി നോക്കുക കേട്ടോ. അപ്പോൾ ഒരു കത്താണ് നമ്മളുടെ പ്രവേശകമായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്തിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്? കത്തിലേക്ക് നമുക്ക് വരാം. യാത്രകളെ കുറിച്ചാണ് അല്ലേ. അപ്പോൾ യാത്രയെക്കുറിച്ചിട്ട് എന്തിനാണ് നമ്മളിപ്പോൾ പഠിക്കേണ്ട ആവശ്യം എന്ന് തോന്നുന്നുണ്ടോ? യാത്രയെക്കുറിച്ച് എന്താ ഇപ്പോൾ പഠിക്കേണ്ട കാര്യം എന്താണ് അല്ലേ? ഇപ്പോൾ യാത്ര അല്ലേ, ഓരോരുത്തർ ഓരോ രീതിയിൽ യാത്ര ചെയ്യുന്നു എന്ന് മാത്രമാണോ? അതിനെ നമ്മളുടെ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയത് എന്തുകൊണ്ടായിരിക്കാം? എടാ, നമ്മളുടെ സാഹിത്യത്തിൽ സഞ്ചാര സാഹിത്യം എന്നൊരു വിഭാഗമുണ്ട് അല്ലേ. ചെയ്യുന്ന യാത്രകളെ എന്ത് ചെയ്യാണ്, യാത്രയെക്കുറിച്ചുള്ള കാര്യങ്ങൾ സാഹിത്യമായ രീതി അല്ലെങ്കിൽ സാഹിത്യ രീതിയിൽ എഴുതുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, സഞ്ചാര സാഹിത്യം അല്ലെങ്കിൽ ട്രാവൽ ലിറ്ററേച്ചർ അല്ലെങ്കിൽ യാത്രാ വിവരണം എന്നൊക്കെ പറയുന്ന എന്തിനാണ്, നമ്മൾ ചെയ്ത യാത്രയുടെ സാഹിത്യപരമായിട്ടുള്ള വിവരണത്തെയാണ് കേട്ടോ, എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, സഞ്ചാര സാഹിത്യം എന്ന് പറയുന്നത് കേട്ടോ. യാത്ര എന്ന ആശയമേഖലയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള അറിവും അനുഭൂതിയും ഒക്കെ ചെയ്യുന്നതാണ് യാത്ര അല്ലേ, അല്ലെങ്കിൽ യാത്രയെക്കുറിച്ചുള്ള എഴുത്ത് പറയുന്നത്. അങ്ങനെ അതിജീവനത്തിനും ഉപജീവനത്തിനും വിനോദത്തിനും ഒക്കെ വേണ്ടിയിട്ട് മനുഷ്യൻ എന്ത് ചെയ്യാറുണ്ട്, യാത്രകൾ ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ ഇപ്പോൾ പല വ്ളോഗുകളും ട്രാവൽ വ്ളോഗുകൾ നിങ്ങൾ കാണും. ഈ ബുൾജറ്റോ, അതേപോലെ നമ്മളുടെ കാസർഗോഡ് ഒരു ചങ്ങായി ഉണ്ടല്ലോ, മല്ലു, അത് കണ്ണൂരാണോ, മല്ലു ട്രാവലർ അല്ലേ. പിന്നെ കുറേ ആൾക്കാരുണ്ടല്ലോ അങ്ങനെ, മറന്നുപോയി, കമൻറ്റ് ചെയ്യണേ, എനിക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ, വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ രസമായിട്ട് യാത്രകൾ ചെയ്യുകയും അവിടെ കാണുന്ന കാര്യങ്ങളൊക്കെ എന്താണ് അത് നമുക്ക് വീഡിയോ ആയിട്ട് കാണിച്ചു തരികയൊക്കെ ചെയ്തപ്പോൾ സഞ്ചാരം പോലെയുള്ള അല്ലേ സഫാരി ചാനൽ അല്ലേ, സന്തോഷ് ജോർജ് കുളങ്ങര അല്ലേ, അവരൊക്കെ വളരെ ഇത്തരത്തിൽ നമുക്ക് കാണാത്ത സ്ഥലങ്ങളെയൊക്കെ നമുക്ക് പോയതുപോലെ കാണിച്ചു തരുന്ന ആളുകളാണ്. അപ്പോൾ യാത്രയും സാഹിത്യവും അല്ലേ, ഇതൊക്കെ വ്യത്യസ്തമായ തരത്തിൽ എന്ത് ചെയ്യാണ് നമ്മുടെ യൂണിറ്റിൽ ചർച്ച ചെയ്യാണ്. ഓക്കെ. അപ്പോൾ പ്രവേശകമായിട്ട് എന്ത് ചെയ്യുന്നു, ആദ്യം തന്നെ കാടുകളുടെ താളം തേടി എന്ന് പറയുന്ന സുജാത ദേവിയുടെ ഒരു കത്ത് അല്ലേ, കത്താണ് എന്ത് ചെയ്തിരിക്കുന്നത്, തന്നിരിക്കുന്നത്. ഓക്കെ, എന്താണ്, കത്താണ്. അപ്പോൾ ടീച്ചർ എന്ത് ചെയ്യാം, ആ കത്ത് അല്ലേ ഒന്ന് വായിക്കാം. ടീച്ചർ സുജാത ദേവി ആരാന്നറിയാമോ നിങ്ങൾക്ക്? ആരാണ് സുജാത ദേവി? ആരാണ്? വളരെ പ്രസക്തിയായിട്ടുള്ളൊരു എഴുത്തുകാരിയാണ് കേട്ടോ. നമ്മുടെ സുഗതകുമാരി ഇല്ലേ, ഒരുപാട് കവിതകളൊക്കെ എഴുതി പ്രസക്തിയായ മലയാളത്തിലെ കവിത എഴുതുന്ന അല്ലേ കവയിത്രി. അപ്പോൾ സുഗതകുമാരിയുടെ അനിയത്തിയാണ് ആര്, സുജാത ദേവി. 1946 അവർ ജനിച്ചിട്ടുള്ളത്. അതേപോലെ നമ്മളുടെ അല്ലേ കാർത്യായനി അമ്മയുടെയും കവിയായിട്ടുള്ള ബോധേശ്വരൻ്റെയും മകൾ കൂടെയാണ്. നമുക്കറിയാം
സുഗതകുമാരിയുടെ അനിയത്തിയാണെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ കാര്യങ്ങളൊക്കെ അറിയാം അല്ലേ. ഒരുപാട് പ്രധാനപ്പെട്ട കൃതികൾ കേട്ടോ നമ്മളുടെ ഈ കാടുകൾ അല്ലേ, എന്താ പറയുക, കാടുകളുടെ താളം തേടി എന്ന് പറയുന്ന സഞ്ചാര സാഹിത്യ കൃതിക്ക് യാത്രാ വിവരണത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ഹിമാലയൻ യാത്രയുടെ സാഹിത്യകാരി സഞ്ചരിച്ചിട്ടുള്ള ഒരു ഹിമാലയൻ യാത്രയുടെ പശ്ചാത്തലത്തിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മളുടെ ഈ കത്ത് അല്ലെ സഹോദരിക്ക് വേണ്ടി ആരെഴുതിയത്, സുജാത ദേവി എഴുതിയത്. നോക്കൂ, നമുക്കതൊന്ന് വായിച്ചു നോക്കാം. ഒരു ഹിമാലയൻ യാത്രയ്ക്കൊടുവിൽ സുജാത ദേവി തൻ്റെ ചേച്ചിയായ എഴുത്തുകാരി സുഗതകുമാരിക്ക് എഴുതിയ കത്തുകളിൽ ഒന്നാണ് യൂണിറ്റിന്റെ പ്രവേശകമായി നൽകിയിരിക്കുന്നത്. 2 മാസം നീണ്ടു നിന്ന യാത്രയിലെ വ്യത്യസ്തമായ അനുഭവങ്ങളും അവയിലൂടെ അറിഞ്ഞ ജീവിത പാഠങ്ങളും എല്ലാം ഈ കത്തിലൂടെ വെളിപ്പെടുത്തുന്നു. യാത്രികയും പ്രകൃതിയുമായുള്ള ജൈവബന്ധമാണ് ഈ യാത്രയ്ക്ക് തുണയാവുന്നത്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഒരു കത്താണ്. കത്ത് എങ്ങനെ എഴുതിയത്? പ്രിയപ്പെട്ട ചേച്ചി, എത്ര നാളായി ഞാൻ ഇങ്ങ് പോന്നിട്ട്, 2 മാസം. ഇത്ര നാൾ തനിച്ച് വീട്ടിൽ നിന്നും മാറി നിന്നിട്ടേയില്ല. ഈ യാത്ര എല്ലാ അർത്ഥത്തിലും എനിക്കൊരു ഹിമാലയൻ യാത്രയായിരുന്നു അല്ലേ. അപ്പോൾ ഹിമാലയം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലുതാണ് അല്ലേ. അപ്പോൾ യാത്രയിൽ എഴുത്തുകാരൻ നേരിട്ട ബുദ്ധിമുട്ടുകളെ കുറിച്ചാവാം, തടസ്സങ്ങളെ കുറിച്ചൊക്കെ ആയിരിക്കാം അങ്ങനെ സൂചിപ്പിച്ചത്. 12 വർഷത്തെ സാധാരണ ജീവിതത്തിൽ നിന്ന് നേടുന്നതിൽ എത്രയോ അധികം അനുഭവ പാഠങ്ങൾ 2 മാസത്തെ യാത്രയിൽ നിന്ന് ഞാൻ പഠിച്ചു. കഴിഞ്ഞ തീർത്ഥാടനവും ഈ പഠനാടനവും കൂടെ ജീവിതത്തിൻ്റെ എത്ര മുഖങ്ങൾ എനിക്ക് കാണിച്ചു തന്നു. ഇക്കോളജിയെക്കാളും സോഷ്യോളജിയെക്കാളും പരുക്കൻ ജീവിത പാഠങ്ങളാണ് ഞാൻ നന്നായി പഠിച്ചതെന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ എഴുത്തുകാരി പറയാണ് 12 മാസത്തെ സാധാരണ ജീവിതത്തെക്കാളും എത്രയോ മികച്ച അനുഭവങ്ങളാണ് ഈ 2 മാസത്തെ യാത്രകൾ എനിക്ക് സമ്മാനിച്ചത് അല്ലേ. അപ്പോൾ ഓരോ തവണയും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ടടാ, ഒരുപാട് കാര്യങ്ങൾ അല്ലേ. നമ്മൾ വിനോദത്തിന് വേണ്ടി, നാട് കാണാൻ വേണ്ടി, അല്ലെങ്കിൽ സംസ്കാരങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി, അങ്ങനെ പലതരത്തിലുള്ള മനുഷ്യരെ അറിയാൻ, അവിടെയുള്ള വസ്ത്രങ്ങൾ അല്ലെങ്കിൽ അവിടെയുള്ള ഭക്ഷണ രീതികൾ, ഇങ്ങനെ പലരെയും എന്ത് ചെയ്യും നമ്മൾ കാണും, പല രീതികൾ നമ്മൾ പരിചയപ്പെടും. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് പുതിയ അനുഭവങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങും, നമ്മൾ യാത്രയിൽ നിന്ന് നമ്മൾ ആർജിക്കാൻ തുടങ്ങും അല്ലേ. അപ്പോൾ അതുകൊണ്ടൊക്കെ കൂടെയാണ് എഴുത്തുകാരി പറയുന്നത് ഒരു തുടക്കത്തിലൊരു ഹിമാലയൻ യാത്രയായിരുന്നു എല്ലാ അർത്ഥത്തിലും. പക്ഷെ ഒരുപാട് അനുഭവങ്ങൾ എന്ത് ചെയ്തു, ഇതെനിക്ക് നന്നായി പഠിപ്പിച്ചു തന്നു അല്ലേ. പ്രാക്ടിക്കൽ നോളജ് ആണ് അല്ലേ. പ്രായോഗികമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാൻ എങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിച്ചു ഈ യാത്ര എന്നാണ് സുജാത ദേവി പറയുന്നത് കേട്ടോ. വഴിവക്കിലെ പെട്ടിക്കടയിൽ നിന്നും ഭക്ഷണം കഴിക്കാൻ അല്ലേ, നമ്മളൊന്നും പെട്ടിക്കടയിൽ നിന്നും ഭക്ഷണം കഴിക്കുക നമുക്കൊരു മടിയായിരിക്കും. ഈ ചിച്ചിയാണോ അല്ലെ, വൃത്തിയുണ്ടോ അല്ലെ, അങ്ങനെ ഭയങ്കര കാര്യങ്ങളൊക്കെ OCD ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഇങ്ങനെ യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒരു സിനിമ ഉണ്ടായിരുന്നു, ആരുടെയാണ്, ഫഹദ് ഫാസിലിന്റെ 24 നോർത്ത് കാതമോ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേരൊന്നും ടീച്ചർക്ക് ഓർമ്മയില്ല. മക്കൾ കണ്ടിട്ടുണ്ടെങ്കിൽ കണക്റ്റ് ആവും. അപ്പം മൂപ്പര് ഭയങ്കര വൃത്തിയുള്ള OCD ഉള്ള ഒരു മനുഷ്യനാണ്. അങ്ങനെ കഥയിൽ യാദൃശ്ചികമായിട്ട് അല്ലേ ഒരാളെ കണ്ടുമുട്ടുകയും പിന്നീട് ചില വഴികളിലൂടെ സഞ്ചരിക്കേണ്ടി വരികയാണ്. അപ്പോൾ ഈ വൃത്തി പ്രശ്നം അയാളെ അലട്ടുന്ന കുറേ കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. പിന്നെന്താണ്, വഴിവക്കിലെ പെട്ടിക്കടയിൽ നിന്നും ഭക്ഷണം കഴിക്കാൻ, പീടികത്തിണ്ണയിലും ചായക്കടയിലും അന്തി ഉറങ്ങാൻ, അപരിചിതരുടെ സൈക്കിളിന്റെ പിന്നിലും ലോറിയിലും ഒക്കെ കയറി യാത്ര ചെയ്യാൻ, റിസർവേഷൻ ഇല്ലാത്ത ട്രെയിനിൽ ഇടനാഴികളിൽ പെട്ടിയിൽ കുത്തിയിരുന്നുറങ്ങാൻ, രോഗങ്ങളെ ചെറുക്കാൻ, സ്വന്തം ഭാരം സ്വയം ചുമക്കാൻ, മര്യാദക്കാരോടും മര്യാദയില്ലാത്തവരോടും പെരുമാറാൻ, സ്വയം സൂക്ഷിക്കാൻ, തനിച്ചിരിക്കാൻ, പോരെ മറ്റൊരാളാവാൻ, ഇത്രയൊക്കെ പോരെ, ഒക്കെ പ്രായോഗിക ജീവിത പാഠങ്ങൾ അല്ലേ. അപ്പോൾ ഒരുപാട് ജീവിത പാഠങ്ങൾ എന്ത് ചെയ്യാണ് നമ്മുടെ എഴുത്തുകാരി ഈ യാത്രയിൽ നിന്ന് പഠിക്കുകയാണ് അല്ലേ. അപ്പോൾ അതൊക്കെ എങ്ങനെയുള്ള പാഠങ്ങളാണ്, പ്രായോഗിക അല്ലെ, പ്രാക്ടിക്കലായിട്ടുള്ള അറിവുകളാണ്. നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ബോൾഡായിട്ട് ജീവിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നൊക്കെ ഉള്ളത് എന്ത് ചെയ്യുന്നു, എഴുത്തുകാരി പഠിക്കുകയാണ്. കാടിനുള്ളിലെ ജീവിതത്തിൻ്റെ താളം ഒന്ന് വേറെയാണ്. അത്ര സുഖകരമായ അനുഭൂതിയാണത്. കാടും മലയും പുഴയും കൂടെ തന്നതൊക്കെ പറയാൻ വാക്കില്ല അല്ലേ. ഇതൊക്കെ എനിക്ക് തന്നിട്ടുള്ളത് എന്താണ്, വളരെ മനോഹരമായ അനുഭൂതിയാണ്. അതിങ്ങനെ വാക്കുകൾ കൊണ്ടൊന്നും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത അത്രയും മനോഹരമായിട്ടുള്ള ഓർമ്മകളാണ്. ആ ഐന്ദ്രിയ അനുഭൂതികൾ ഉള്ളിൽ നിറഞ്ഞു വിങ്ങുന്നത് എന്നെങ്കിലും ഇറ്റു കവിതയായെങ്കിൽ ഞാൻ ധന്യയായി അല്ലേ. അപ്പം എൻ്റെ ഉള്ളിലുള്ളതൊക്കെ ഒരു കവിതയായി വരികയാണെങ്കിൽ ഞാൻ ധന്യയായി എന്ന് പറയുകയാണ് അല്ലേ, എനിക്ക് എഴുതാൻ പറ്റിയാൽ. അന്യരായ മനുഷ്യരുമായി ഇടപഴകിയപ്പോൾ അവരുടെയൊക്കെ അനുഭവങ്ങൾ എന്ത് ചെയ്യുന്നു, എൻ്റേതായി മാറിയതുപോലെ അല്ലേ. കണ്ണീരും നോവും ചിരിയും കലർന്ന ആ കഥകൾ എന്നെ സാഡർ ആൻഡ് വൈസർ ആക്കുമോ എന്നറിയില്ല. എന്തായാലും
നിധികുംഭങ്ങളാണ് ഹിമാലയം തന്നതൊക്കെ അല്ലേ. അപ്പൊ ആ യാത്ര തന്ന ഓർമ്മകളൊക്കെ എന്താണ്, നിധി പോലെ അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള ഓർമ്മകളാണെന്ന് എഴുത്തുകാരി പറയാണ് കേട്ടോ. ഈ യാത്ര ഒരു തുടക്കം മാത്രമാണെന്ന് ഞാൻ കരുതുന്നു. അറിവിന്റെയും അനുഭൂതിയുടെയും ഈ നീരൊഴുക്ക് ഉറവ പൊട്ടിത്തുളുമ്പിയത് കെട്ടി നിർത്താനുള്ളതല്ലെന്നും ഞാൻ അറിയുന്നു അല്ലെ. ഇതിന്റെ ആഴവും ഒഴുക്കും വർദ്ധിക്കാൻ, ഇത് എത്തേണ്ടയിടത്ത് ചെന്നെത്താൻ അപ്രമേയതയുടെ കാരുണ്യം ഗംഗാപ്രവാഹമായി അലിഞ്ഞെത്തി എന്നെ അനുഗ്രഹിക്കട്ടെ. വേഗം നാട്ടിലെത്താം, വീട്ടിലെത്താൻ തിരക്കായി സ്വന്തം അനിയെത്തി അല്ലെ. കാടുകളുടെ താളം തേടി. സുജാത ദേവിയുടെ കത്താണ്. ആർക്കെഴുതിയതാണ്? സുഗതകുമാരിക്ക് എഴുതിയ കത്താണ് അല്ലെ. അപ്പൊ ഈ കത്തിൽ പറയുന്നത് മുഴുവൻ എന്താണ്, എഴുത്തുകാരി നേടിയ അനുഭവങ്ങളെ കുറിച്ചാണ് അല്ലെ. 12 വർഷത്തെ സാധാരണ ജീവിതത്തിൽ നിന്നും അവര് 2 മാസക്കാലം കൊണ്ട് നേടിയെടുത്ത പ്രായോഗികമായിട്ടുള്ള ജീവിതത്തെക്കുറിച്ചുള്ള അറിവുകളെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്, കത്തിൽ പറയുന്നത്. ഒരുപാട് മനുഷ്യരല്ലേ പീഡികത്തിണ്ണയിൽ കിടന്നുറങ്ങിയത്, അറിയാത്ത ആളുകളുടെ കൂടെ സഞ്ചരിച്ചത്, മര്യാദക്കാരോടും അതല്ലാത്ത ആളുകളോടും പെരുമാറി, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നു, എഴുത്തുകാരി പഠിക്കുകയാണ് അല്ലെ. അനുഭവത്തിലൂടെ പഠിക്കുകയാണ്. അതേപോലെ കാടിന്റെ താളം അറിയാൻ അല്ലെ. ആ അനുഭൂതി ഒരു വാക്കുകൾ കൊണ്ടും എന്ത് ചെയ്യാൻ പറ്റില്ല, വർണ്ണിക്കാൻ പറ്റില്ല എന്നാണ് എഴുത്തുകാരി പറഞ്ഞത് അല്ലെ. അപ്പൊ ഹിമാലയം തന്നതൊക്കെ എന്താണ്, നിധി പോലെ പ്രഷ്യസ് ആയിട്ടുള്ള അല്ലെ, പ്രധാനപ്പെട്ട എന്താണ്, ഓർമ്മകളാണ് എന്നാണ് ആര് പറയുന്നത്, എഴുത്തുകാരി പറയുന്നത്. അപ്പോൾ സുജാത ദേവിയെ കുറിച്ചുള്ള കാര്യങ്ങൾ മക്കൾക്ക് ഓർമ്മയുണ്ടല്ലോ. ആരാണ് സുജാത ദേവി? പ്രശസ്ത എഴുത്തുകാരിയാണ് അല്ലെ. ദേവി എന്ന പേരിൽ കവിതയും സുജാത എന്ന പേരിൽ എന്ത് എഴുതിയിട്ടുണ്ട്, ഗദ്യവും എഴുതിയിട്ടുണ്ട്. പ്രസിദ്ധ കവിയും അല്ലെ സ്വാതന്ത്ര്യ സമര സേനാനിയുമായ ബോധേശ്വരന്റെയും പ്രൊഫസർ വി കെ കാർത്യായനിയുടെയും മകളാണ് അല്ലെ. കോളേജ് അധ്യാപികയായിരുന്നു. കേരളത്തിലെ പല പ്രധാനപ്പെട്ട കലാലയങ്ങളിലും അധ്യാപികയായിട്ട് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. സുഗതകുമാരിയുടെയും ഹൃദയകുമാരിയുടെയും സഹോദരിയാണ്. മൃണ്മയി അല്ലെ, കാടുകളുടെ താളം തേടി അല്ലെ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കൃതികളൊക്കെ എഴുതിയിട്ടുണ്ട്. നമ്മുടെ യാത്രാ വിവരണത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് 1999 ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് കേട്ടോ യൂണിറ്റിൻ്റെ അല്ലെ പ്രവേശകത്തിൻ്റെ ഒക്കെ കാര്യങ്ങൾ പറയാനുള്ളത്. ഏതൊക്കെ പാഠങ്ങളാണ് പഠിക്കാനുള്ളത് പറഞ്ഞു. ഇനി മലയാളത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ അടിക്കുകയോ ഒറ്റ ടെൻഷനും വേണ്ട. നമുക്ക് ഇനിയുള്ള പാഠഭാഗങ്ങളും ഇതുപോലെ ഇനി ലൈവുകളൊക്കെ വരുന്നുണ്ട്. മാരത്തോൺ ലൈവുകൾ വരും. ഇങ്ങനെ കുഞ്ഞു വീഡിയോകൾ തരും. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, മാക്സിമം അല്ലെ പഠിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, ആത്മാർത്ഥമായിട്ട് പഠിക്കുക അല്ലെ. കൂടെ ഇങ്ങ് വരിക. ഓക്കെ, വരുമ്പോൾ ഒറ്റയ്ക്ക് വരരുത്. മാക്സിമം ഫ്രണ്ട്സിനെ ഒക്കെ വിളിച്ചിട്ട് വേണം വരാൻ. അങ്ങനെ നമുക്ക് തകൃതിയായിട്ട് അടിപൊളിയായിട്ട് മലയാളം ഫസ്റ്റും സെക്കൻഡും എല്ലാ വിഷയങ്ങളും എല്ലാ സബ്ജക്റ്റും എന്ത് ചെയ്യണം, നമുക്ക് സൂപ്പറായിട്ട് പഠിക്കണം കേട്ടോ. നമ്മളെ ഓർക്കാപ്പുറത്ത് ഇങ്ങനെ ടെക്സ്റ്റ് മാറിയാലൊന്നും ഞങ്ങൾ തോറ്റു പോകില്ല അല്ലേ. നമ്മൾ എന്ത് ചെയ്യില്ല, അങ്ങനെ നമ്മൾ പേടിച്ചൊന്നും നിൽക്കില്ല. ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് പഠിച്ച് ഫുൾ മാർക്കും വാങ്ങുമെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ഇനി ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ബൈ.